നമസ്കാരം. മനോഹരമായ പുഞ്ചിരി, ലാളിത്യം, തുറന്ന പെരുമാറ്റം, എതിരാളികളും തലകുലുക്കി സമ്മതിക്കും മനോഹർ പരീക്കർ എന്ന 63-കാരന്റെ മനുഷ്യത്വത്തെ. BJPയിലെ എല്ലാ വിഭാഗങ്ങളുടെയും അംഗീകാരം സ്വന്തമാക്കിയ നേതാവ്. കോൺഗ്രസിന്റെ കുത്തകയായിരുന്ന ഗോവയെ BJPയോട് അടുപ്പിച്ചത് മറ്റാരുമല്ല, IIT ബിരുദധാരിയായ ഈ രാഷ്ട്രീയക്കാരൻ തന്നെയാണ്. പാർട്ടി പ്രവർത്തകരുമായി വളരെ അടുത്തു പെരുമാറുന്ന നേതാവ്, മുഖ്യമന്ത്രിയായ ശേഷവും സ്കൂട്ടറിൽ സഞ്ചരിക്കുന്ന രാഷ്ട്രീയക്കാരൻ, ആർക്കും എളുപ്പം സമീപിക്കാവുന്ന നേതാവ്. ഒരു പാർട്ടി പ്രവർത്തകന്റെ വീട്ടിൽ ചായക്ക് ക്ഷണിച്ചപ്പോഴുള്ള അനുഭവം പരീക്കർ ഒരിക്കൽ തുറന്നു പറഞ്ഞിട്ടുണ്ട്. സൽക്കാരത്തിന്റെ തൊട്ടടുത്ത നാൾ പ്രവർത്തകൻ ചോദിച്ചു, അങ്ങെന്താണ് പൈലറ്റ് വാഹനങ്ങളും എസ്കോർട്ട് വാഹനങ്ങളും ഒക്കെ അകമ്പടിയായി കൊണ്ടുവരാതിരുന്നത്? ഞാൻ വന്നതിൽ തൃപ്തിയായില്ലേ എന്ന് പ്രവർത്തകനോട് ചോദിച്ചപ്പോൾ, അങ്ങ് വന്നതൊക്കെ ശരി തന്നെ, പക്ഷേ എസ്കോർട്ടൊന്നും ഇല്ലാതിരുന്നത് കൊണ്ട് ആരും അറിഞ്ഞില്ല മുഖ്യമന്ത്രി എൻ്റെ വീട്ടിൽ വന്നതെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. പരീക്കർ പിന്നീട് ചിരിയോടെ ഓർത്തെടുക്കുകയായിരുന്നു ഈ സംഭവം. 1994 മുതൽ ഗോവയിൽ BJPയുടെ താരപ്രചാരകനായിരുന്നു മനോഹർ പരീക്കർ. ഇത്തവണ രോഗബാധിതനായതിനാൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലെ അദ്ദേഹത്തിന്റെ അസാന്നിധ്യം മാധ്യമങ്ങളിൽ ചർച്ചയാവുകയും ചെയ്തിരുന്നു. അദ്ദേഹത്തിന്റെ അസാന്നിധ്യം BJPയുടെ സംസ്ഥാനത്തെ സാധ്യതകളെ ബാധിക്കുമെന്ന് വിശ്വസിക്കുന്നവരുമേറെയാണ്. സംസ്ഥാനത്തെ BJPയുടെ ആദ്യ MLA-മാരിൽ ഒരാളാണ് പരീക്കർ. 2000-ന് ശേഷം 4 വട്ടം മുഖ്യമന്ത്രിയായി. 2017-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി അന്നത്തെ പ്രതിരോധ മന്ത്രിയായിരുന്ന മനോഹർ പരീക്കർ ഗോവയുടെ മുക്കുമൂലയും സഞ്ചരിച്ച് വോട്ട് തേടിയത് പാർട്ടി പ്രവർത്തകർ ഓർക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ താൻ പൊതുയോഗങ്ങളിൽ പങ്കെടുക്കുമെന്ന് അമിത്ഷായുടെ സാന്നിധ്യത്തിൽ പരീക്കർ വാഗ്ദാനം ചെയ്തിരുന്നതുമാണ്. എന്നാൽ രോഗം അദ്ദേഹത്തെ അതിന് അനുവദിച്ചിരുന്നില്ല. രോഗബാധിതനായിരിക്കുമ്പോഴാണ് റഫേൽ വിഷയത്തിൽ വിവാദ ശബ്ദരേഖ പുറത്തുവിട്ട പരീക്കർക്കും കേന്ദ്ര സർക്കാരിനുമെതിരെ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി രംഗത്തെത്തിയത്. മുൻ പ്രതിരോധ മന്ത്രിയായ മനോഹർ പരീക്കറിന്റെ കൈവശമുള്ള റഫേൽ ഫയലുകളെ കുറിച്ച് സംസ്ഥാന ആരോഗ്യമന്ത്രി വിശ്വജിത് റാണെ അജ്ഞാത വ്യക്തിയോട് സംസാരിക്കുന്നതിന്റെ ശബ്ദരേഖയാണ് പുറത്തു വന്നത്. പരീക്കറുടെ കൈവശമുള്ള ഫയലുകളിലെ ഉള്ളടക്കം പുറത്തുവിടാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ രാഹുൽ ഗാന്ധി വെല്ലുവിളിച്ചിരുന്നു. എന്നാൽ ശബ്ദരേഖ വ്യാജമാണെന്നും കോൺഗ്രസിനെതിരെ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ട് പരീക്കറും റാണയും രംഗത്തെത്തി. റഫേൽ കരാർ ഒപ്പിടുന്ന വേളയിൽ മനോഹർ പരീക്കർ ആയിരുന്നു പ്രതിരോധ മന്ത്രി. പിന്നീട് ഗോവ മുഖ്യമന്ത്രിയായ പരീക്കർ ദീർഘകാലം അസുഖബാധിതനായി ചികിത്സയിലായിരുന്നതിനു ശേഷം അടുത്ത ദിവസങ്ങളിലാണ് ഓഫീസിലെത്തിയത്. പരീക്കറിനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന ആവശ്യവും ഉയർന്നിരുന്നെങ്കിലും റഫേലുമായി ബന്ധപ്പെട്ട നിർണായക രേഖകൾ തന്റെ ഫ്ളാറ്റിലുണ്ടെന്നും അതിനാൽ തന്നെ ആർക്കും മാറ്റാൻ കഴിയില്ലെന്നും പരീക്കർ പറഞ്ഞതായാണ് കോൺഗ്രസ് ആരോപിച്ചത്. ഏതായാലും രോഗബാധിതനായിരുന്ന കാലത്തെ ഈ ആരോപണം പരീക്കറെ വല്ലാതെ വേദനിപ്പിച്ചിരിക്കണം. നിയന്ത്രണ രേഖ കടന്ന് പാക് അധീന കശ്മീരിൽ സർജിക്കൽ സ്ട്രൈക്ക് നടത്താൻ തനിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും പ്രചോദനമായത് RSS തത്വശാസ്ത്രമെന്ന് മനോഹർ പരീക്കർ പറഞ്ഞത് ഏറെ വിവാദമായിരുന്നു. ഗാന്ധിയുടെ നാട്ടിൽ നിന്നുള്ള ഒരു പ്രധാനമന്ത്രിക്കോ ഗോവയിൽ നിന്നുള്ള പ്രതിരോധ മന്ത്രിക്കോ ഇങ്ങനെ ഒരു ധീരമായ തീരുമാനമെടുക്കാൻ കഴിയില്ലെന്നും പരീക്കർ പറഞ്ഞു. ഉറി ഭീകരാക്രമണത്തിന് ശേഷം തനിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ഏറെ വിമർശനങ്ങളാണ് നേരിടേണ്ടി വന്നത്. അതിർത്തി കടന്ന് ഇന്ത്യ തിരിച്ചടി നൽകുന്നതുവരെ ഇത് തുടർന്നു. ഇപ്പോൾ എല്ലാവർക്കും തെളിവ് നൽകണം. എന്നാൽ തെളിവ് നൽകിയാലും ഇവർ അത് വിശ്വസിക്കില്ല. എന്നാൽ സൈന്യത്തിന്റെ നെഞ്ചുറപ്പിനെ ആർക്കും സംശയിക്കാൻ സാധിക്കില്ലെന്നും പരീക്കർ കൂട്ടിച്ചേർത്തിരുന്നു. 100% കൃത്യതയോടെ പാകിസ്ഥാനെതിരെ മിന്നലാക്രമണം നടത്തിയ സൈന്യം ഉറി ആക്രമണത്തിനുള്ള പകരം വീട്ടിയെന്നും പരീക്കർ പറഞ്ഞു. ഗോവയിലെ മാപ്പുസയിൽ 1955 ഡിസംബർ 13-ന് ജനിച്ച മനോഹർ പരീക്കർ RSSലൂടെയാണ് പൊതുപ്രവർത്തന രംഗത്തെത്തുന്നത്. മുംബൈ IITയിൽ നിന്ന് എഞ്ചിനീയറിംഗ് ബിരുദം നേടിയ അദ്ദേഹം BJPയിലൂടെ 1994-ൽ നിയമസഭാംഗമായി. രാഷ്ട്രീയ നീക്കങ്ങൾക്കൊടുവിൽ 2000 ഒക്ടോബറിൽ BJP ആദ്യമായി ഗോവയിൽ ഭരണത്തിലെത്തിയപ്പോൾ പരീക്കറെയാണ് മുഖ്യമന്ത്രി സ്ഥാനം ഏൽപ്പിച്ചത്. 2002 ഫെബ്രുവരിയിൽ നിയമസഭ പിരിച്ചുവിട്ടെങ്കിലും തെരഞ്ഞെടുപ്പിനെ തുടർന്ന് കൂട്ടുകക്ഷി മന്ത്രിസഭയെ നയിച്ച് ജൂണിൽ വീണ്ടും മുഖ്യമന്ത്രിയായി. 2005-ൽ ഭരണം നഷ്ടപ്പെട്ടു. 2012-ൽ 3-ാം വട്ടവും മുഖ്യമന്ത്രി സ്ഥാനത്തെത്തി. 2014-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച കേന്ദ്ര പ്രതിരോധ മന്ത്രിയായി. 2014 നവംബർ മുതൽ 2017 മാർച്ച് വരെ ആ സ്ഥാനത്ത് തുടർന്നു. 2017-ൽ മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുക്കാനായി രാജിവെച്ച മനോഹർ പരീക്കർ തന്റെ സ്ഥിരം മണ്ഡലമായ പനജിയിൽ വിജയിച്ച് നിയമസഭാംഗമായി. പരേതയായ മേധയാണ് ഭാര്യ. ഉൽപ്പൽ, അഭിജിത്ത് എന്നിവരാണ് മക്കൾ.